എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും മൈ വേ ബൈ കല്യാണിയുടെ വിഷയമായിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് തരാം. അതായത് മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അവർക്ക് ഒരു പ്രശ്നമുണ്ടായി. അവരുടെ ദിവിടെ ഒരു പാട് വന്നു. ആ പാട് ചികിത്സിക്കാനായിട്ട് കൊല്ലത്ത് നിന്നും ഇവർ വണ്ടി കയറി പോവുകയാണ് സുഹൃത്തുക്കളെ ട്രിവാൻഡ്രത്ത് പോയി അവിടെ ഒരു ക്ലിനിക്കിൻ്റെ പേരൊക്കെ ഞാൻ വഴിയേ പറയാം. ക്ലിനിക്കിൽ പോയിട്ട് ഇവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് ഇതാണ് ഡോക്ടർ. ഇവർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം 6 മാസമെന്ന് കല്യാണി പറയുന്നു, 8 മാസമെന്ന് ഈ ക്ലിനിക്ക് പറയുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഇവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. കല്യാണിക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബില്ലുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. മാത്രമല്ല ഇവിടുത്തെ ഒരു കറുപ്പിന് പോയിട്ട് ആ കറുപ്പ് ഇങ്ങനെ ഇവിടെ വരെയായി. ഇതാണ് കല്യാണിയുടെ ഒരു വേർഷൻ. അപ്പോൾ കല്യാണി കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു റിയാക്ഷൻ ബ്ലോഗർ പോലും എനിക്ക് മെസ്സേജ് അയച്ചൊന്നും ചോദിച്ചില്ല, ഞാൻ ഇൻസ്റ്റയിൽ അവൈലബിൾ ആയിരുന്നു. കല്യാണിയുടെ ആ വീഡിയോ വരുന്നതിന് മുമ്പേ ഞാൻ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. സോ വീഡിയോയിൽ വന്ന ഇമാതിരി കഥകളൊക്കെ പറയുമ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഡോക്ടറിൻ്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ട് കല്യാണിയിലേക്ക് കയറിയിട്ട് ഡോക്ടറിലേക്ക് കയറിയിട്ട് കല്യാണിയിലേക്ക് കയറിയിട്ട് അങ്ങനെ ഒരു സാധനം കേട്ടോ നമ്മൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യം ഡോക്ടറിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ മാസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഒക്ടോബർ തൊട്ട് മെയ് വരെ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് നമുക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഓക്കെ, ഒക്ടോബർ 19 മുതലാണ് കല്യാണി പോയെന്നുള്ള രീതിയിലാണ് കല്യാണി പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ കറക്റ്റാണല്ലോ, ഇവർ പറയുന്ന കറക്റ്റാണല്ലോ, കണക്കാണല്ലോ കറക്റ്റ്. ക്ലിനിക്സ് ഉള്ളപ്പോൾ ഡോക്ടർമാർ ശരിക്കും പണിയെടുക്കുന്നില്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കൊച്ചിയിലത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ക്ലയൻസിനെയും വിളിച്ചു ചോദിക്കും. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്തിരിക്കുന്ന ക്ലയന്റിനെ, കണ്ണൂർ ഇരിക്കുന്ന ക്ലയന്റൊക്കെ ചോദിക്കും, നിങ്ങൾ ഇന്നലെ ഈ കണ്ണൂർ ക്ലിനിക്കിൽ ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ എല്ലാവരും പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ്സ്, ഡോക്യുമെന്റഡ് സിസ്റ്റംസ് നമുക്ക് ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. സാറ്റിസ്ഫൈഡ് മെയിൻ സംഭവിച്ചത് എന്താ വെച്ചാൽ വേറൊരു ക്ലിനിക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഓൺ ഗോയിങ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വേണമെന്ന് പറയും. അതിപ്പോൾ കൊടുക്കണോട് ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇറങ്ങി പോകുന്ന വേറെ ഹോസ്പിറ്റൽ നമുക്ക് ഡിസ്ചാർജ് ആകുമ്പോൾ കൊടുക്കണ്ടേ, അത് തരാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വൈഫ് അവിടെ നോക്കിയിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുന്നോട്ടുള്ളത് ഫ്രീ തരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചു. അപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി വേണം എന്ന് പറഞ്ഞു. ഈ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി കൊടുക്കണമെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എൻ്റെ ശരീരത്തിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ കുറേ മെഡിസിൻസ് ഞാൻ എടുക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ മെഡിസിൻ അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന് അറിയാനുള്ള ബേസിക് അവകാശം എനിക്കില്ലേ? അപ്പോൾ എനിക്ക് ഡോക്ടറായിട്ടുള്ള നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് തന്നു എന്നുള്ളത് ഞാൻ അറിയണ്ടേ? അതിലെനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. പിന്നെ പറയുന്നത് കല്യാണി കൊളാബ് ചോദിച്ചത് ഡയറക്റ്റ് ഡോക്ടറിനോടാണ് ചോദിച്ചത്. ഈ ഹോസ്പിറ്റലിലെ ചില ഭാഗങ്ങളിൽ CCTV ക്യാമറകളില്ല. ഒന്ന്, ഈ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യുന്നിടത്ത്. അങ്ങനെ കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ CCTV ക്യാമറകളില്ല. ഈ പ്രൈവസി കീപ്പ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ പറയാം. ചില സ്ഥലത്ത് CCTV ക്യാമറ ഇല്ല. അങ്ങനെ ഇല്ലാത്തൊരു വശത്ത് നിന്നിട്ടാണ് ഇവർ ഈ കൊളാബ് ചോദിച്ചത് ഡോക്ടറിനോട് പ്രൈവറ്റായിട്ട് ചോദിച്ചത്. ഇതിപ്പോൾ മൈ വേ ബൈ കല്യാണി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ കൊളാബ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ, പ്രൂഫ് ആയിട്ട് വരട്ടെ. സോ അവർക്ക് അത്ര ഉറപ്പുണ്ടാവും അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് കല്യാണിയിലേക്കൊന്ന് പോവാം. ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എന്താ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പം നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. ഓക്കെ, നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഇന്നലെ ഞാൻ ഇതിനെ ചൊല്ലിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലത്തുള്ള ഇവരെന്തിനാണ് ട്രിവാൻഡ്രം വരെ പോയതെന്ന്. അപ്പോൾ എനിക്ക് ഒന്നിലധികം നിരവധി കമൻറ്റുകൾ വന്നു. കൊല്ലവും ട്രിവാൻഡ്രം അടുത്തടുത്തല്ലേ, കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തിലേക്ക് പോകുന്നതിന് എന്താ ഇത്ര തെറ്റ്, അതിനകത്ത് എന്താ നിനക്ക് ഇത്ര ഫോൾട്ടായിട്ട് തോന്നിയത്? കൊല്ലത്തു നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയി ചികിത്സ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കൊല്ലത്ത് പല ഹോസ്പിറ്റൽസ് ഉള്ളപ്പോൾ ഇവരെന്തിന് ട്രിവാൻഡ്രത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തു എന്നൊരു സാധനം എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്ന് വന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പോയതാണ്. പക്ഷേ ഇവരുടെ വീഡിയോയിൽ ഇവർ എന്തിന് നമ്മുടെ ഇവിടെ പല ഹോസ്പിറ്റൽസും കൊല്ലത്ത് അവൈലബിൾ ആണ്, ഹൈലി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് എന്തുകൊണ്ട് കല്യാണി അവിടെ പോയെന്ന് പറയുന്നില്ല. കല്യാണി ഒരു ബ്യൂട്ടി ബ്ലോഗറാണ്. പല തരത്തിലുള്ള ക്രീമുകളും മറ്റ് ബ്യൂട്ടി പ്രോഡക്ട്സും ഇവരുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവരെ കണ്ടിട്ട് ഈ 150 രൂപയുടെ ക്രീം വരി മോന്തിക്ക് പരട്ടു, ഞാൻ വെളുത്ത് തുടുത്ത് പാർന്ന് കാണാം എന്ന് പറയും. എന്നിട്ട് ഇവർ പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് പക്ക ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഓഡിയൻസിന് സന്തോഷമുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവർ ട്രിവാൻഡ്രത്തേക്ക് പോയതിനകത്ത് 2 പേരും പറഞ്ഞ കഥയിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിച്ചത്. അങ്ങനെ പോകുന്ന യാതൊരു തെറ്റുമൊന്നുമില്ല. ട്രിവാൻഡ്രം വേണ്ട, കാസർഗോഡ് വേണമെങ്കിലും പോകും, യാതൊരു മിസ്റ്റേക്കും ഇല്ല. നല്ല നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി അങ്ങ് ലണ്ടനിൽ നിന്നും വരും, അതിനകത്തൊന്നും തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ തിന്നിട്ട് നെല്ല് കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴാണ് ചോദ്യം വരുന്നത്. ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ, അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. മീൻസ് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചു എന്നായിരിക്കണമല്ലോ. പറ. ഇതിപ്പം ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്ത് അപ്പോൾ ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യേണ്ടി വരുന്നത്. ഇല്ല, താല്പര്യമുള്ള ഒരാളെ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരുടെ ചില പ്രോഡക്ട്സ് നിർബന്ധപൂർവ്വം ഇവരെ മേടിപ്പിച്ചു. വലിയൊരു അലിഗേഷനാണ് കല്യാണി ഈ ക്ലിനിക്കിനെതിരെ പറയുന്നത്. ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഓക്കെ, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് പോയത്. ഇവിടെ വന്ന പാട്, ഈ പാട് ഇവരുടെ അച്ഛനും ഉണ്ട്, അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള പാടാണെന്നാണ് പറയുന്നത്. എനിക്കൊക്കെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നത് കഷ്ടപ്പാടാട്ടോ. ഇവർക്ക് പക്ഷേ ഇവിടെ ഒരു പാടാണ് വന്നിട്ടുള്ളത്. ആ പാട് ചികിത്സിക്കാനായിട്ടാണ് പോയത്. ഓക്കെ, ഇപ്പം നിർബന്ധപൂർവം ഇവർക്ക് ഈ പ്രോഡക്റ്റ് അടിച്ചേൽപ്പിച്ചു എന്നാണ് ഈ കല്യാണി അവകാശപ്പെടുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ എന്ന് സംയുക്ത വർമ്മ ഈ ഒരു ഡോക്ടറിനെയും കുറിച്ചും ഈ ഒരു ക്ലിനിക്കിനെ കുറിച്ചും, Therefore I am എന്നാണ് ഈ ക്ലിനിക്കിൻ്റെ പേര്. ഇത് നമ്മൾ മുമ്പേ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്ലിനിക്കിൻ്റെ MD ആയിട്ടുള്ള നമ്മളെ കാണിച്ചില്ലേ ഡോക്ടർ, ആ ഡോക്ടർ അവരുടെ പ്രൊഫൈലിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് സംയുക്ത വർമ്മ പറയുന്നത്. ഒന്ന് കേൾക്കാം. ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ, നീലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി. Therefore I am. ആ കുട്ടിയാണ് ഡോക്ടർ. ഓക്കെ, നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും. നീലൂഫറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിൻ്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയണത്. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുക കുട്ടിയുടെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന്. ഓക്കെ, പുള്ളിക്കാരി അനാവശ്യമായി ഒരു മരുന്നോ ഒരു സാധനങ്ങളോ ആ ക്ലിനിക്കിൽ നിന്ന് മറ്റൊരാളെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല എന്നാണ് സംയുക്ത വർമ്മ പറയുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംയുക്ത വർമ്മ പറയുന്നുണ്ട് ഇവർ ഫ്രണ്ട്സാണ്, ഇവരുടെ അമ്മയുമായിട്ട്, അതായത് ഈ ഡോക്ടറിൻ്റെ അമ്മയുമായിട്ട് സംയുക്ത വർമ്മ വളരെ തിക്ക് ഫ്രണ്ടാണ്. അതുകൊണ്ട് ചിലപ്പോൾ സംയുക്ത വർമ്മയോട് അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ആവശ്യമില്ലാത്തൊന്നും അടിച്ചേൽപ്പിക്കേണ്ടെന്ന് പറഞ്ഞാണെങ്കിലോ. നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് ഉണ്ടല്ലോ, സിനിമ റിവ്യൂ ഒക്കെ പറയുന്നത് ഉണ്ണി വ്ളോഗ്സും ശ്രുതിയും, ഈ ശ്രുതി ആരാന്ന് എനിക്കറിയില്ല കേട്ടോ, പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആണോ വൈഫാണോ എനിക്കറിയാൻ പാടില്ല, കാരണം ഞാൻ ഉണ്ണി വ്ളോഗ്സിനെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈ ശ്രുതിയും അവിടെ പോയപ്പോഴത്തേനും ഈ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ നീലു ഡോക്ടറിനെ അല്ല മറ്റൊരു ഡോക്ടറിനെ. ആ സമയത്ത് കല്യാണി അവരവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ ശ്രുതിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ചുമ്മാ വെറുതെ ഒരു ആവശ്യമില്ല വെറുതെ ഒന്ന് കേൾക്കാം. ഡോക്ടറാണെങ്കിലും ഞാനവിടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നമിതയാണ്. നമിതയുടെ അടുത്താണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും നമിത അത് ഇരുന്ന് കേട്ട് എൻ്റെ അടുത്ത് ഇന്നേ വരെ എനിക്ക് അനാവശ്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ആവും ശ്രുതി, അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്കിന്നിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ ക്ലിനിക്കിനെ കുറിച്ച് 2 പേര് പറഞ്ഞിരുന്ന എക്സ്പീരിയൻസ് അനാവശ്യമായിട്ട് യാതൊരു പ്രോഡക്റ്റും ഇവരെ നിർബന്ധിച്ച് മേടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ കല്യാണ തെറ്റൊന്നും പറയത്തില്ല കേട്ടോ. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് അത് എല്ലാം പ്രശ്നമായിട്ട് തോന്നും. കല്യാണിക്കും അങ്ങനെ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഈ ക്ലിനിക്കിനെ കുറിച്ച് ഞാൻ ഇന്നലെ 1-2 കമൻസ് കണ്ടിരുന്നു. അപ്പോൾ ഈ ക്ലിനിക്കിനെ കുറിച്ച് മുൻവെക്കുന്ന മെജോറിറ്റി ഒരു നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത് ഓവർ എക്സ്പെൻസീവ് ആണ്, ഭയങ്കര ഹൈ കോസ്റ്റ് ആണെന്ന്. അതിന് ഇവർ പറയുന്നത് നമ്മളൊരു റിച്ച് ആയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ കോസ്റ്റ് എല്ലാം കസ്റ്റമറിനോട് പറയും, ഓക്കെ ആണെങ്കിൽ
നീ ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. സോ ഒന്ന് ഹൈലി കോസ്റ്റ് ആണെന്നത്, രണ്ട് ഈ ബില്ല് കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അത് ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇവർ ബില്ലെല്ലാം സൂക്ഷിക്കുന്നത് ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ്. ഇവർ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഹോസ്പിറ്റലിന് യാതൊരു അങ്ങനെ അവിടെ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. മീൻസ് അവർക്കൊരു വലിയ അതോറിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരിക്കും. അതിനോടും ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്കിനി ഡോക്ടറിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും കൂടുതൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡിന് ഇങ്ങനെ ഒരാൾ കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ നമുക്കത് ആക്കാം. ഇത് ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയേ? അതിൽ പിമ്പിൾ വന്നോ, പാട് വന്നോ, കറുത്തു പോയോ, എന്താ പറ്റിയത്? അതെന്താ എന്താ പറ്റിയെന്ന് പറയാത്തത്? നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ലാന്നോ? നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ബില്ല് കൊടുക്കാലോ. ഇത് എനിക്ക് കാര്യം ഞാൻ പറയാം, ആ കുറിച്ച് മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്ക് മനസ്സിലാവും അവരെന്ത് കുട്ടിക്ക് ചെയ്തു വിട്ടണെന്നുള്ളത് യൂട്യൂബ് വഴി. അത് എൻ്റെ ഒരു എത്തിക്സിനെ, ഒരു ഡോക്ടറല്ലേ ഞാൻ, ഒരു ക്ലയന്റ്, നമ്മൾ ഒരു പേഷ്യന്റോ ക്ലയന്റോ നമ്മളെ വിളിച്ചിട്ട് ഒരു മീഡിയ. ഓക്കെ, ആ പെൺകുട്ടിയുടെ മുഖത്ത് എന്താ പറ്റിയത്? പിമ്പിൾ വന്നോ, കുരു വന്നോ, കറുത്തോ, വെളുത്തോ, തുടുത്തോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ, ഫൈൻ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ മറുപടിയിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ ആ കുട്ടിയുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട്. പുറത്ത് വിടണ്ട. ഇപ്പോൾ എന്നെ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നു, ഞാൻ അറിയണ്ടേ എനിക്ക് എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്? മീൻസ് എനിക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് അറിയാൻ എലിജിബിൾ അല്ലേ? അത് എനിക്ക് ആ ഒരു ശാസ്ത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പേ എനിക്ക് ഒരു സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കൊല്ലത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവർ നിർബന്ധം പിടിക്കുക, എനിക്ക് സർജറി ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ നിർബന്ധം പിടിക്കുക. അങ്ങനെ ഞാൻ മറ്റൊരിടത്ത് പോയപ്പോൾ അതങ്ങനെ സർജറി ചെയ്യേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്കത് ഭേദമായതിനു ശേഷം ഞാൻ ഇയാളോട് എൻ്റെ ജോലി സ്ഥലത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഇയാൾ ജമ്മം ചെയ്ത ഡീറ്റെയിൽസ് തരത്തില്ല. അങ്ങനെ തരാൻ പറ്റത്തില്ല. ഇവിടെ അഡ്മിറ്റ് ആവുന്നവർക്ക് മാത്രമേ ഞാൻ എന്ത് ട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു തരത്തുള്ളൂ. അല്ലാതെ നിനക്ക് ചുമ്മാ ഞാൻ മെഡിസിൻ എഴുതി തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ കണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്ത്, എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കേസായിട്ട് മുമ്പോട്ട് പോകും, എനിക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്നുള്ള കേസ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കോംപ്രമൈസ് ടോക്ക് സംസാരിച്ചിട്ട് എനിക്ക് ആ സാധനം തന്നു. എന്നിട്ട് ആ ഡോക്ടർ തന്നെ പറയുന്നു, അത് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ 3% കമ്മീഷൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് സർജറി ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനത്തെ ഡോക്ടേഴ്സും ഉണ്ട്, ഇതേപോലത്തെ നല്ല ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇത് കൊടുക്കാത്തതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല കേട്ടോ. നമുക്ക് കല്യാണിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇവരുടെ മുഖത്തിന് എന്ത് പറ്റി? കുരുപ്പ് വന്നോ, കറുത്തോ, തടിച്ചോ, മെലിഞ്ഞോ എന്നൊക്കെയുള്ള സാധനം അവിടെ നിൽക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കല്യാണിയിലേക്ക് കയറാം. പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മാസം 5 മാസമൊക്കെ ആയിട്ടും ഈ പാടിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇതുപോലെ മാറ്റങ്ങൾ വരുന്നില്ല, മാത്രമല്ല എൻ്റെ ഫേസ് ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു, കുഞ്ഞു കുരുക്കളൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, ഡോക്ടർ പറഞ്ഞ എന്താ? ഇവരുടെ മുഖത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? പൊടിപ്പോ, തൊങ്ങലോ, മുട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കല്യാണി പറയുന്നു വീണ്ടും ഡാർക്ക് ആവുന്നു, മുഖത്ത് കുരുക്കൾ വരുന്നു. തെളിവുണ്ടോ? കല്യാണിയുടെ തെളിവുണ്ടോ? തെളിവിലേക്ക് വരാം. ഉള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അത് മാം എനിക്ക് ഈ പാട് മാറാത്തത് സ്കിന്ന് ഹൈഡ്രേറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും, അപ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന് വെച്ചിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ അവർ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തത് മുഖേന എൻ്റെ ഫേസിൽ രക്തം കട്ട പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അവർക്ക് അവരുടെ വാട്സപ്പിൽ അയച്ചു, ഇതുപോലെ എനിക്കിങ്ങനെ രക്തം കട്ട പിടിച്ച് ഭയങ്കര വേദനയുണ്ട്, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമായിരുന്നു, അപ്പം അത് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതവർക്ക് ഞാൻ എന്നിട്ട് എൻ്റെ കൺസേൺ ആയിട്ട് എൻ്റെ കൺസേൺ ആയിട്ട് അയച്ചു കൊടുത്തതാണ്. ഓക്കെ, കല്യാണി ആദ്യം ഒരു വോയിസ് വിട്ടിട്ടുണ്ട്, കല്യാണി ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, 40 മിനിറ്റ് ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ 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 പറ. അയച്ചതാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഇതുപോലെ ഈ മരുന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ദാണ്ട ഇങ്ങനെ കട്ട പിടിച്ച് മരുന്ന്. നിങ്ങൾ എന്തിനാ ഈ മരുന്നൊക്കെ കുത്തി വെക്കാൻ പോന്നേ? വെളുത്തിട്ട് പാറണ പ്രൊമോഷൻ ചെയ്ത് നാട്ടുകാരെ കാണിച്ച ക്രീം എടുത്ത് പറ പരട്ടിയാ പോരായിരുന്നോ? പറ്റിപ്പായിരുന്നല്ലേ? ആണോ ഇനി ബ്ലഡ് ആണോ എന്ന് അറിയില്ല, നല്ല വേദനയും നീരും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവർ ഈ ഒരു ക്രീം അവര് ഈ ഒരു ക്രീമോ? ഇത് കല്യാണി അങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് അല്ലേ? ഇപ്പോൾ 40 മിനിറ്റ് ഫോണിൽ സംസാരിച്ചപ്പോൾ ആ ക്രീമിൻ്റെ പേര് പറഞ്ഞപ്പോൾ കല്യാണി അത് അയച്ചു കൊടുത്തായിരിക്കും. ശരി. അപ്പോൾ ഇതിൻ്റെ സമയം നോക്കണമല്ലോ. 11:21 കല്യാണി ഫോട്ടോ അയച്ചു കൊടുത്തു. 11:24 അവരുമായിട്ട് സംസാരിച്ചു, 40 സെക്കൻഡ് സംസാരിച്ചു. 11 എത്രയൊക്കെയോ അത് നോക്കാം, ഏത് സമയത്ത് അയച്ചാന്ന് പറയണമല്ലോ. 12:20 PM കല്യാണി ഈ മരുന്നിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. 12:20 PM എന്ന് പറയുമ്പോൾ ഉച്ചയല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ഡേറ്റ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു. എനിക്കിത് ഈ ഒരു മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു.
ഈ ഒരു ക്രീം അങ്ങോട്ട് നമ്മൾ അയച്ചു കൊടുത്തതല്ലേ, അവരിങ്ങോട്ട് അയച്ചു തന്നല്ലോ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് അയച്ചു കൊടുത്തായിരിക്കുമല്ലേ. എന്നാലും ടൈമിൽ എന്തോ ഒരു പ്രശ്നം. മസാജ് ചെയ്തിട്ടും കുറയാത്തോണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മാറും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്കൊരു ക്രീം ഇവർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയുമാണ് കേട്ടോ, അത്രയും വിലയാണ് ആ ക്രീമിന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ ഇത് മാറാനാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും, അപ്പോൾ പറഞ്ഞു ഇത് അങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളും വേറെ എന്തെങ്കിലും. ഞാൻ തന്നെ ഇവിടെ എന്തോരം ക്രീമുകൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. വാരി പരട്ടി കഴിഞ്ഞാൽ സുന്ദരി കുട്ടപ്പി കിടക്കാച്ചിയാവും എന്നുള്ളത്. എനിക്ക് ആ ക്രീം വാരി അങ്ങ് പരട്ടിയാൽ പോരും. ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്നത് വീണ്ടും കുളവാകരുത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വാരി പരട്ടി കുളവാകുന്ന പോലെ അല്ലല്ലോ എൻ്റെ മുഖം, എൻ്റെ ഫേസ്, എൻ്റെ ഫിഗർ. എനിക്ക് വീണ്ടും പ്രൊമോഷൻസും കൊളാബും ഒക്കെ വരേണ്ടതല്ലേ. അപ്പോൾ എനിക്കൊന്നും പറ്റത്തില്ല. എനിക്ക് ട്രീറ്റ് ചെയ്ത് സാധനം ശരിയാക്കി താ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം മരുന്ന് അടിച്ചേൽപ്പിച്ചു എന്നുള്ളതിൻ്റെ നമ്മൾ പറഞ്ഞു. ഉണ്ണി വ്ളോഗ്സും ഓൾറെഡി സംയുക്ത വർമ്മയും അവരങ്ങനെ അടിച്ചേൽപ്പിക്കുന്നവരല്ല എന്ന് പറഞ്ഞു. ഈ സംയുക്ത വർമ്മ ഓൾറെഡി അവരുടെ ഫ്രണ്ടാണ്, പക്ഷേ ഉണ്ണി വ്ളോഗ് ഫ്രണ്ടാണെന്നൊന്നും തോന്നുന്നില്ല. സോ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഇല്ലെന്നാണ് മെജോറിറ്റി ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ട് 100% ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനവും നമ്മുടെ ഭൂലോകത്തില്ല. അപ്പോൾ ചിലപ്പോൾ കല്യാണിക്ക് നെഗറ്റീവ് ഉണ്ടായി കാണും. ഞാൻ കല്യാണി തെറ്റൊന്നും പറയുന്നില്ല. നമുക്ക് കല്യാണിയുടെ മുഖത്ത് എന്താ, നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്, മുഖത്ത് കുരിപ്പുണ്ടായ എന്താ പ്രശ്നം എന്നുള്ളത്. കുരിപ്പുണ്ടായതൊന്ന് പറഞ്ഞ് ബാക്കി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ബാക്കി ഉണ്ടായതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം ആ ഒരു സമയമായപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഓക്കെ, കാരണം ഇവിടെ വരെ എനിക്കൊരു ഷെയ്ഡായി. കാരണം ആ ഇങ്ങനെ ഒരു ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു മാസം കുറച്ച് നാളും കൂടെ ഞാൻ ആ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം കഴിയുമ്പോഴത്തേന് ഇത് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവിടെ വരെ അങ്ങ് കറുപ്പായി. പക്ഷേ ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഇവിടെ വരെ കറുപ്പൊന്നും കണ്ടിട്ടില്ല. നല്ല മേക്കപ്പ് ഒക്കെ അടിച്ച് സുന്ദര കുട്ടാപ്പിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം എനിക്ക് ഇവരുടെ വീഡിയോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്കിനിയും ബാക്ക് ടു ഡോക്ടറിലേക്ക് പോകാം. ഡോക്ടറിന് വീണ്ടും എന്തൊക്കെയോ പറയാനുണ്ട്. ആകെ സ്റ്റിറോയിഡ് കുറേ ഉപയോഗിച്ചിട്ട് സ്കിന്നിന് ആകെ മൊത്തം ഇരുന്നിച്ചു പോയി. സ്റ്റിറോയിഡിന് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞത് സ്കിൻ അട്രോഫി, ഒരു പിഗ്മെന്റേഷൻ വരും. ഇപ്പോൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടാണ് മുഖത്തങ്ങനെ വന്നതെന്ന് ഡോക്ടറും ക്ലിനിക്കും തറപ്പിച്ച് പറയുന്നു. പക്ഷേ കല്യാണി വിത്ത് ഫോട്ടോ എവിഡൻസ് പ്രകാരം ഇവിടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കഷ്ടപ്പാടല്ലോ കറുത്ത പാടുണ്ടെന്നാണ് കല്യാണി അതിനകത്ത് അവകാശപ്പെടുന്നത്. കാരണം ഇവർ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും നല്ല വെളുത്ത് തുടുത്ത് ഐശ്വര്യത്തിൻ്റെ നിറകുടമായിട്ടിരിക്കും. എന്നാലേ കൂടുതൽ പ്രൊമോഷൻസ് വരും. അപ്പോൾ അങ്ങനെ പാട് വന്നു കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനോട് ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യുന്നവരും അല്ലാതെ മറ്റ് പ്രൊമോഷൻ ചെയ്യുന്ന എത്തിക്സ് ഇല്ലാത്ത ആളുകളെ ഫോളോ ചെയ്യുന്നവരും കല്യാണി അല്ല കേട്ടോ, മറ്റാൾക്കാരെ പറയുന്നത്. അങ്ങനെ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ നിങ്ങൾക്ക് മുമ്പിലേക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ അഡ്വർടൈസ്മെൻറ്റ് അങ്ങോട്ട് വിളമ്പും. എന്നിട്ട് നിങ്ങളതെല്ലാം തിന്ന് നീയൊക്കെ ചാവ് എന്ന് പറയും. എന്നിട്ട് ഇവർ മര്യാദയ്ക്കുള്ള ഇതെന്തൊരു പേരിത്, ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നല്ല വെളുത്ത് കുട്ടാപ്പിയായിട്ടിരിക്കും. ഇപ്പോൾ ഏറെക്കുറെ കാര്യം മനസ്സിലായല്ലോ. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ എന്റെ ക്ലിനിക്കിൽ വന്ന് മെറ്റാ ഗ്ലാസ്സിൽ എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ശരിയല്ല. കാരണം അതും ഓക്കെ. ഇന്നലെ കല്യാണി ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ബില്ല് വേണം അല്ലെങ്കിൽ കേസ് ഡീറ്റെയിൽസ് വേണമെന്ന് സംസാരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവരുടെ വെർഷൻ പ്രകാരം ഇവർ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇവർക്ക് ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. യെസ്, അത് ന്യായമാണ്. എനിക്കും ഇന്നലെ കേട്ടപ്പോൾ അവരെ സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ബില്ല് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഇവർ അത് ഫോണിലെടുത്ത വീഡിയോ, മെറ്റാ ഗ്ലാസ്സിലെടുത്ത വീഡിയോ അതല്ല, അന്ത വീഡിയോ വേറെ വീഡിയോ. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രൈവസിയെ തന്നെ ബ്രീച്ച് ചെയ്യുന്ന പോലെ അതിനകത്തെല്ലാം കയറി മെറ്റാ ഗ്ലാസ് വെച്ചിട്ട്, മെറ്റയുടെ ഗ്ലാസ് ഉണ്ടല്ലോ ഇവിടെ ക്യാമറ ഉള്ളത്, അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് എടുത്തിട്ട് പോയി. അവരുടെ പ്രൈവസി എന്തുകൊണ്ട്, ഇപ്പം ഞാൻ ആദ്യം ഈ പ്രൈവസി നേട്ടപ്പോൾ ഞാൻ ഓർത്തു പിന്നെ നമുക്ക് എന്ത് പ്രൈവസി ഉള്ളത്, നിങ്ങൾ CCTV ക്യാമറ വെച്ചിട്ട് എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇവരെന്തുകൊണ്ട് ഈ പ്രൈവസി ഇന്ന സ്ഥലങ്ങളിൽ എന്ന് പറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. we have a CCTV footage of that. Like he came barged into the clinic. ആ ക്ലിനിക്കിന്റെ ഏറ്റവും വരെ എല്ലാം മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, ഞങ്ങൾ പ്രൈവസി പോളിസിന്റെ ഒരു ക്ലയന്റ് ഞാൻ ഡോർ തുറക്കുകയാണെങ്കിൽ അവർ ലേസർ ചെയ്യണമെങ്കിൽ തുണി എന്തെങ്കിലും കുറഞ്ഞ് നിങ്ങളുടെ മെറ്റാ ഗ്ലാസ് പതിഞ്ഞാലും അത് മാത്രമല്ല എന്റെ ഷർട്ടിനെ നമ്മളെ ചിലപ്പോൾ സമയത്ത് ക്ലിനിക്കിൽ നടക്കുമ്പോൾ കോട്ട് ഊരുകയാണെങ്കിൽ ചെറിയൊരു ട്രാൻസ്പെറൻസി ഒക്കെ ചിലപ്പോൾ നമ്മൾ ഷർട്ടിനെ ധരിക്കാം. എപ്പോഴും കോട്ട് ഇടുമ്പോൾ കോട്ടൊന്ന് ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ കാണാം. അവർ ലേഡീസ് മാത്രം നിൽക്കുന്നത് നമ്മൾ അയാൾ അതൊക്കെ മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്.
അയാളെന്ന് പറഞ്ഞാൽ കല്യാണിയുടെ ഭർത്താവ്. കല്യാണി എന്നല്ല കേട്ടോ ഇവരുടെ ഒറിജിനൽ പേര്, മൈ വേ ബൈ കല്യാണിയാണ് നമ്മൾ കല്യാണി എന്നത് സംബോധന ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഭർത്താവ് മെറ്റാ ഗ്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു പക്ഷേ സ്ത്രീകളുടെ അല്പം ഇന്നേഴ്സൊക്കെ കാണുന്ന പോലത്തുള്ള വീഡിയോസൊക്കെ ഷൂട്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. ഇയാൾ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓഫീസറാണ്, ട്രാൻസ്പോർട്ട് എന്തോ ആണ്, അതിലെന്തോ ആ തസ്തിയിലെന്തോ ജോലി ചെയ്യുന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവരാദ്യം ഞാൻ പോലീസുകാരനാടോ പറയടാ സത്യം പറയടാ എന്നുള്ള രീതിയിലാണ് വന്നതെന്നാണ് പറയുന്നത്. സോ നിങ്ങളുടെ ഡെസിഗ്നേഷൻ തന്നെ നിങ്ങൾ മാറ്റി പറഞ്ഞ ആദ്യം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഡോക്ടറിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്. ഇതെല്ലാം ഇവരുടെ കയ്യിൽ CCTV ഇതെല്ലാം അവൈലബിൾ ആണെന്ന് പറയുന്നു. ആ CCTV വിഷ്വൽ നമുക്ക് എടുക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവരുടെ പ്രൈവസി ബ്രീച്ച് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അവരുടെ ഓൾറെഡി സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ കൊളാബ് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരണം. എന്നിട്ട് ഇവരെന്തൊക്കെയോ ഡിസ്കൗണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മുമ്പോട്ട് പറയുന്നുണ്ട്. എനിക്ക് അതിനോടാണ് ദേഷ്യം. അല്ലാതെ ജീവലക്ഷ്മിയുടെ ജീവിതം അപായപ്പെടുത്തിയോ? അയാളുടെ ഒരു ജീവലക്ഷ്മി അത് അവരുടെ പേര്, കല്യാണിയല്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞങ്ങൾ പൊള്ളിക്കയോ അതിനൊരു ബേൺ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്ന് ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ, ഞാൻ പറയുന്നത് ഈ ഡോക്ടർ ഈ ഒച്ചപ്പാടിൻ്റെ ബഹളത്തിൻ്റെ ഒക്കെ സാധനങ്ങൾ പുറത്തു വിടണം. കാരണം അവരുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് വന്നിട്ടുള്ള. രണ്ടുപേരും പറയുന്ന കഥകൾ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഈ മൈ വേ ബൈ കല്യാണി ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവരെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളുടെ സ്ഥാപനത്തിനെ ഡിഫെയിം ചെയ്യാൻ കേപ്പബിൾ ആണ് അവർ. അപ്പോൾ അവർക്കിപ്പോൾ മറ്റേതൊരു ഹോസ്പിറ്റൽ സൗജന്യം കടന്നു വരൂ സൗജന്യമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് കൊളാബിലൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, മുമ്പോട്ടുള്ളത് കാണാം കൊളാബിലൂടെ ആണോന്ന്. ഈ ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ എന്നെ സുഖ ജീവിതമല്ലേ, എല്ലാ സാധനവും കൊളാബ്. കാശ് മുടക്കി ഒരു സാധനം മേടിക്കണ്ട. ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ കൊളാബ്, ബ്യൂട്ടി പ്രോഡക്റ്റ് മുഖത്തിരുന്ന് പ്രൊമോട്ട് ചെയ്യണോ കൊളാബ്, ഹോട്ടലിൽ പോയി തിന്നിട്ട് സൂപ്പറാന്ന് പറയണോ കൊളാബ്. ഇനി ഇത് അവർ സമ്മതിച്ചില്ലയോ, ഇവിടുത്തെ ഫുഡ് കാശ് കൊള്ളത്തില്ല, മുഷിഞ്ഞു പോടാ നീയൊക്കെ എന്ന് പറയും. തെറ്റിച്ച് പറഞ്ഞ കേട്ടോ, അങ്ങനെ പറയും. ഈ ഡോക്ടറിനെയും പിരാഗിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരുത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സത്യാവസ്ഥ പുറത്ത് വരണമല്ലോ, ആണല്ലോ അതിൻ്റെ ശരി. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. ഇത്രയൊക്കെ കേട്ടതിന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ എടുത്തു. കല്യാണി ഞാൻ മെസ്സേജ് അയച്ച് റിപ്ലൈ തന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ വീഡിയോ വരുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചാൽ, ഇനി അത് കണ്ടിട്ടാ മെസ്സേജ് അയച്ചെന്ന് പറയേണ്ടത്, വേണം ഞാൻ സമയമൊക്കെ എടുത്ത് കാണിക്കാം. മറ്റു